സുമേഷിന് കൗണ്ടർ അടിച്ച ശീലമില്ല. പിന്നെ കൗണ്ടറിൽ നിന്ന് അടിച്ച ശീലമുള്ളൂ, ഇരുന്നടിക്കില്ലല്ലേ? അത് നല്ലതാ. ശരണ്യയുടെ കൗണ്ടറിൽ നിന്നത്തെ എപ്പിസോഡ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അല്ല, എനിക്ക് നേരത്തെ ബിനീഷേട്ടൻ ഡാൻസ് കളിച്ചപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നായിരുന്നു. അത് ബിനീഷേട്ടന്റെ കണിക്കൊന്നയിലെ പുഴു ഇറങ്ങി അരിച്ചു. അല്ല, അത് സ്വർണ്ണ നാണയം ബിനീഷേട്ടന്റെ കണിക്കൊന്നയിലെ പുഴു അരിച്ചു. വിഷുവായിട്ട് പറയേണ്ട കാര്യമാണ്. വിഷുവായിട്ട് യൂഷ്വലി എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കണേ? എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. എന്ത് പറ്റി? സാധാരണ വിഷുവിന് ഞങ്ങളുടെ വീടിന്റെ അടുത്ത ചേച്ചിമാർ എന്നെ വിളിച്ചാണ് കണി കാണുന്നത്. അവർക്ക് ആ ഭാഗ്യം ഇല്ലാതെ പോയി. അതിൽ ഏതെങ്കിലും ഒരു ചേച്ചിയെ വിഷു ബമ്പർ എടുക്കാൻ ഒന്നുമല്ല സംഭവം. ഇത് കണി കാണലല്ല, ഇവന് ഒളിഞ്ഞു നോക്കുമ്പോ പിടിക്കണം. അങ്ങനത്തെ പറഞ്ഞ ഒരു ഗോൾഡ് ഇതാ, ഒരു ഗോൾഡ് തരും. ഇന്ന് കംപ്ലീറ്റ് കട ഞാൻ തീർക്കും. ജഷൻ ചേട്ടാ, എങ്ങനെയാണ് നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള? കണ്ണൂർ ഭാഗത്താണ് സാധാരണ നമ്മള് തിരുവനന്തപുരത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഷൂട്ടിന്റെ സമയത്ത് ആ സമയത്തൊന്ന് വിഷു അവിടെ പടക്കം പൊട്ടിക്കുന്നു. പക്ഷെ നമ്മൾ കണ്ണൂരൊക്കെ തലേ ദിവസം തന്നെ നമ്മൾ കുറെ പടക്കമൊക്കെ വാങ്ങി പൊട്ടിച്ച് നല്ല ആഘോഷമായിട്ട്. കണ്ണൂർ എനിക്കറിയാം, വിഷുവിനെ പടക്കവും പൊട്ടിക്കും, പപ്പാഞ്ഞം കത്തിക്കും. പപ്പാഞ്ഞ കത്തിക്കുന്നു കണ്ണൂര്. അപ്പൊ ഈ വിഷുവിന് നമ്മൾ പടക്കവും പൊട്ടിക്കും, ഇവനെ ഇവിടെ ഇട്ട് കത്തിക്കും. വിഷുവിന്റെ അടിക്ക് വീലായിട്ട് ഉറങ്ങിയിട്ട് പിന്നെ ക്രിസ്മസിനായിരിക്കും. പിന്നെ സംഗതി ഭയങ്കര മൂവ്മെന്റ് ആണ് കേട്ടോ. ഇത് നേരത്തെ നമ്മൾ ചിന്തിക്കും. എന്റെ കുട്ടിക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഈ വിഷുവിന്റെ സമയത്ത് തുമ്പിയെ പിടിക്കും. ഞങ്ങൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് ഊഞ്ഞാലാട്ടം, 7 മണിയാകുമ്പോ 2 അടിച്ചിട്ടാട്ടം. അങ്ങനെയാണ് ഞങ്ങളൊക്കെ വിഷു. ഒന്ന് എക്സ്ട്രാ ഉണ്ട് വെച്ചോ. ആ 2 അടിച്ചിട്ടാട്ടം അതിനുള്ളത്. ഫസ്റ്റ് പോർഷൻ ഓക്കെ ആയിരുന്നു. ഭാര്യയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയിട്ടുള്ള പിന്നെ പുള്ളിയുടെ ആട്ടം. ഒന്നും കൂടെ കൊടുത്തേ. ഇവിടെ ഒരെണ്ണാവാ. വൈകുന്നേരത്തെ ചൂലിനടി. പാശു, ഇനി പാശുവിന്റെ വിഷു പറയൂ. ഹായ്, പാശുവിന്റെ വിഷു പറയൂ, കേക്കട്ടെ. പൊതുവെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓണം, വിഷു, ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാറില്ല. അങ്ങനെ സുമേഷിനും അറിയാം, എല്ലാം പല സ്ഥലത്തായിരിക്കും. ഞാൻ അന്ന് ബോധമുണ്ടാവൂലേ? അന്ന് ബോധമുണ്ടാവൂലേ? എനിക്ക് അന്ന് മാത്രം ബോധമില്ല, നിനക്ക് ഇപ്പോഴേ ബോധമില്ലല്ലോ. അഖിലേട്ടാ, ശരിക്കും തമാശ വിട്ടിട്ട് ശരിക്കും എങ്ങനെ ആഘോഷിക്കാറ്? ഇപ്പൊ വീട്ടിലാണ്, ഫാമിലിയുടെ കൂടെ ആണെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ സാധാരണ? പൊതുവെ കറക്കൊന്നുമില്ല. ഞാൻ കാഷ്വലി ഒരിക്കൽ വിഷുണ്ടെന്ന് രാവിലെ ബൈക്ക് കൊടുത്തോണ്ട് പോയി തലയും കുത്തി മറിഞ്ഞു വീണിട്ട് ബോധം പോയി. തീരുമാനിച്ചു. അത് ഞാൻ ഹോസ്പിറ്റലിൽ ബോധം കെട്ട് കിടക്കുമ്പോഴത്തേക്ക് എന്നെ കാണാൻ വേണ്ടി കൂട്ടുകാരന്മാരൊക്കെ വന്നു. അപ്പൊ എനിക്ക് ബോധം പോയെന്ന് ഡോക്ടർമാർ പറഞ്ഞു. മോന്തളൊക്കെ ഒരെണ്ണം കൊടുത്താൽ മതി, അവന് വരുമെന്ന്. അതാണ് ഒരു പതിവെന്നൊക്കെ. അങ്ങനെ ഇത് കൊടുക്കണോ അത് കൊടുക്കണോ? ഇതാണ് നല്ലത്. ഇത് ഈ കൗണ്ടറല്ല, ഇത് ജീവിത റിയാലിറ്റി. ശരി, ശ്രീ ഇടയ്ക്ക് വരുമ്പോ അടിച്ചോളാം. കാസർഗോഡ് ഒന്ന് പോയിട്ട് വരാം കേട്ടോ. ഒരു സെക്കൻഡ്. ഇല്ലില്ല, ഇനി ഇത് എപ്പോഴും ഇല്ല. എല്ലാരും ശ്രദ്ധയ്ക്ക്, ജിഷിന് ഓട്ടക്കാലനയുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. കാസർഗോഡ് വലിയ ആഘോഷമാണ് വിഷു. അതായത് നമ്മൾ ആദ്യം 4 മണിക്ക് എണീറ്റിട്ട് വീട്ടിൽ കണി കാണും. അത് കഴിഞ്ഞ് 2 തറവാട്ടിലും പോയി കണി കാണും. എല്ലാരും ബാക്കി എല്ലാരും ഉച്ചയ്ക്കാണ്. നമ്മള് ഫസ്റ്റ് കണി കണ്ടു കഴിഞ്ഞാൽ പിന്നെ കാണുന്ന കണിയല്ല, കണി കണ്ട് തീർന്നു. പിന്നെ വീട്ടിൽ പോകണൊക്കെ കാഴ്ച കാണാൻ പോണം. നമ്മുടെ അവിടെ പൈസ തരില്ല, ഉണ്ണിയപ്പം അങ്ങനെയൊക്കെയാണ് കൂടുതൽ ആൾക്കാരും തരിക. അത് പൈസ തരാത്തോണ്ടല്ല, അത് ഉണ്ണിയപ്പത്തിനെ ഉള്ളു. നിങ്ങൾ അതിനുള്ള ബാക്കി അവർക്ക് കൊടുത്തുള്ളൂ. 2 ദിവസം ഇത് തന്നെ ആയിരിക്കും പരിപാടി. പിന്നെ തെയ്യം കൂടും. വിഷുവിന്റെ അന്ന് രാത്രി തെയ്യം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം നിർത്താണ്ട് തെയ്യാണ്. ഈ ഉണ്ണിയപ്പം കഴിച്ചാൽ 4 ദിവസം നിർത്താണ്ട് തെയ്യമാണ്. അതെ, വളരെ നല്ലൊരു സാധനമാണ്. അങ്ങനെ 4 ദിവസം ലാസ്റ്റ് അഡ്മിറ്റ് ആയതിനു ശേഷം തെയ്യം നിന്നു. തെയ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാരും വീട്ടിലേക്ക് പോയിക്കോളുക. ഗുഡ് വിഷു, ഗുഡ് വിഷു. പിന്നെ വീട്ടിൽ ചെന്ന് തക തെയ്യം. ശരി, നേരെ നമ്മള് തിരുവനന്തപുരത്തേക്ക് ഒന്ന് പോവാണെങ്കിൽ ഡയാന. തിരുവനന്തപുരത്ത് ഭയങ്കര ഗംഭീര ആഘോഷമായിരിക്കും. ഇപ്പൊ നമുക്ക് 4 ദിവസം തെയ്യൊന്നും ഉണ്ടാകത്തില്ല, ഉണ്ണിയപ്പത്തിന്റെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ ആ ഒരൊറ്റ ദിവസം അടിപൊളിയായിരിക്കും. രാവിലെ കണി കാണുന്നു. പിന്നെ ഒരു വർഷത്തിൽ നമ്മൾ ആദ്യം എല്ലാവരുമായിട്ടും ഒത്തുകൂടുന്നത്, ഫ്രണ്ട്സുമായിട്ട് ഒത്തുകൂടുന്ന ദിവസം വിഷുവാണ്. രാവിലെ അവരുടെ വീട്ടിലേക്ക് പോയി കണി കണ്ടതിന് ശേഷം പിന്നെ അവിടുത്തെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടാവുമല്ലോ, തങ്കൂനൊക്കെ പോലുള്ള മുതിർന്നവരുണ്ടായിരിക്കുമല്ലോ, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കൈനീട്ടമൊക്കെ കിട്ടും. അതൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കും. ഒരുപാട് പൈസ കിട്ടും. ഉച്ചയ്ക്ക് ഫുഡ് വയ്ക്കും. ഞങ്ങളുടെ ഫോട്ടോ വെച്ചില് രാത്രിയാണ് വിഷു ആഘോഷിക്കണ. നീയൊക്കെ രാവിലെ പുറത്തിറങ്ങിയ തല്ലൂല്ലേ? രാത്രി കരോടാ മൊത്തം കൊടുക്കാം. ഈ ടീമിനെ ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കും. ചേട്ടന്റെ വീട് ബസ് സ്റ്റാൻഡിന്റെ അവിടെയാണോ? അതെന്താ?
സ്റ്റാൻഡേർഡ് കോമഡിയാ പറയണത്. രാത്രി അടിച്ചു വിട്ട് അങ്ങനെ ഉറങ്ങുന്ന സ്ഥലമായതുകൊണ്ടാ. അങ്ങനെ ലക്ഷ്മി അങ്ങനെ നാട്ടുകാരുടെ ഇക്കൊല്ലത്തെ വിഷു അങ്ങ് പോയി കിട്ടി. നമ്മുടെ ലൈഫിൽ ഇതുവരെ കിട്ടിയിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഹയസ്റ്റ് വിഷു കൈനീട്ടം 2001 രൂപ സ്വന്തമായിട്ട് കൈന്നെടുത്ത് അത് വെച്ചു. കല്യാണം നിരോധിച്ചതിന് ശേഷം. അവന് ഒരു പാക്കറ്റ് ശമ്പുവും 2 കെട്ട് ബീഡിയും. അല്ല ഒരു കാര്യമുണ്ട്. Yes. ഇത് നമുക്ക് ഒരു 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് ഇത്തവണ നമുക്ക് കിട്ടുന്ന ഈ വിഷു കൈനീട്ടം വെച്ചിട്ട് വിനീഷ് ബാസിന്റെ തലയൊന്ന് നമുക്കൊന്ന് എർത്ത് കൊടുത്ത് സെറ്റ് ചെയ്യണം. വേണ്ട ഇതിങ്ങനെ തന്നെ ഇതിങ്ങനെ തന്നെ അന്യം നിന്ന് പോകണം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് തങ്കൂൻ അന്വേഷിച്ച് കഴിഞ്ഞ വിഷുവിന് കുറച്ച് പിള്ളേർ വന്നു, ആരാധകർ വന്നു, കുറെ പേര് എന്റെ നെഞ്ചത്തോട്ട് വന്നിട്ട് തങ്കച്ചന്റെ വീട് എവിടെ ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ ചെന്നു പറഞ്ഞു. തങ്കച്ചന്റെ മറ്റേ സെറ്റ് വല്ലും ഒരു വിഗുമായിട്ട് ഇത് കൈനീട്ടം. അല്ല എനിക്ക് ഒന്നുകൂടെ പറയാൻ അറിയാം. ഇതുപോലുള്ള അവസരങ്ങളിൽ എടുത്തു കൊടുക്കൂ. മോഹൻ ചിരിച്ചിട്ടേ ഉള്ളു. പിടിച്ചോ, കയ്യിൽ അല്ല കയ്യിൽ വെച്ചോ. ഫ്ലവേഴ്സ് 9ാം വാർഷിക നിറവിൽ